ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2001 വർഷത്തിലെ വിഷുക്കാലത്ത് റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. സൂപ്പർ താരങ്ങളായ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രതീക്ഷ സമ്മാനിച്ച 4 ചിത്രങ്ങളായിരുന്നു 2001 വിഷുക്കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും അവയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്തായിരുന്നു എന്നും നമുക്ക് നോക്കാം. 2001 വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ആദ്യത്തെ ചിത്രമായിരുന്നു കലാഭവൻ മണി നായകനായി എത്തിയ കരുമാടിക്കുട്ടൻ. വിനയൻ സംവിധാനം ചെയ്ത ഈ ഫാമിലി സെന്റിമെന്റ്സ് ചിത്രം മാർച്ച് 30-നായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. സുരഭി ഫിലിംസ് നിർമ്മിച്ച കരുമാടിക്കുട്ടനിൽ നന്ദിനിയായിരുന്നു നായിക. വളരെ ചെറിയ മുതൽ മുടക്കിലെടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വമ്പൻ വിജയം നേടുന്ന കാഴ്ചയാണ് 2001 വിഷുക്കാലത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. വിഷു മധ്യവേനലാവധി സീസണിന്റെ പിൻബലത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത കരുമാടിക്കുട്ടൻ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. അക്കാലത്ത് എന്നും പുതുമകൾ മാത്രം സ്വീകരിച്ചിരുന്ന വിനയന്റെ വേറിട്ടൊരു ചിത്രമായിരുന്നു കരുമാടിക്കുട്ടൻ. കലാഭവൻ മണി കരിയറിലെ തന്നെ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് കൃഷ്ണ, രാജൻ പി ദേവ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിനടുത്ത് പ്രദർശിപ്പിച്ച കരുമാടിക്കുട്ടൻ 2001 ഏറെ നിരൂപക ശ്രദ്ധ നേടിയെടുത്ത ചിത്രം കൂടിയായിരുന്നു. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 2001 വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 6-ാം തീയതി തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപി നായകനായ മേഘ സന്ദേശം. ജയലക്ഷ്മി ഫിലിംസ് നിർമ്മിച്ച് രാജസേനൻ സംവിധാനം ചെയ്ത ഈ ഹൊറർ ചിത്രം സുരേഷ് ഗോപിയുടെ ആക്ഷൻ ചിത്രങ്ങളിൽ നിന്നുള്ള ചുവടുമാറ്റമായിരുന്നു. രാജസേനന്റെ സ്ഥിരം കോമഡി ശൈലിയിലുള്ള ചിത്രങ്ങളിൽ നിന്ന് മാറി ഹൊറർ കാറ്റഗറിയിലുള്ള പരീക്ഷണം നടത്തിയ മേഘ സന്ദേശം എന്നാൽ പ്രേക്ഷകർക്ക് തീരെ സംതൃപ്തി നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി പരാജയമായിരുന്നു. രാജശ്രീ നായർ എന്ന പുതുമുഖം യക്ഷിയായി വേഷമിട്ട ഈ ചിത്രത്തിൽ സംയുക്ത വർമ്മയായിരുന്നു സുരേഷ് ഗോപിയുടെ നായികയായി എത്തിയത്. എം സിന്ധുരാജിന്റെ കഥയ്ക്ക് സുരേഷ് പൊതുവാൾ തിരക്കഥയൊരുക്കിയ മേഘ സന്ദേശത്തിൽ നെപ്പോളിയൻ, ഹരിശ്രീ അശോകൻ, നരേന്ദ്രപ്രസാദ്, ഇന്ദ്രൻസ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഊർമിള ഉണ്ണി, അഭിരാമി എന്നിവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തത് MG രാധാകൃഷ്ണനായിരുന്നു. 2001 വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 13-ന് തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപി നായകനായ രണ്ടാം ഭാവം. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി ഇരട്ട വേഷങ്ങളിലായിരുന്നു അഭിനയിച്ചിരുന്നത്. അധോലോകത്തെ ഇതിവൃത്തമാക്കിയെടുത്ത ഈ ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രം എന്നാൽ ദയനീയ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത്. 2000 വരെ സൂപ്പർ താരമായി തിളങ്ങി നിന്ന സുരേഷ് ഗോപിയുടെ കരിയർ ഗ്രാഫ് താഴേക്ക് പോകാൻ തുടങ്ങിയതിൻ്റെ ആദ്യ പ്രതിഫലനമായിരുന്നു രണ്ടാം ഭാവം എന്ന ചിത്രത്തിൻ്റെ പരാജയം. രഞ്ജൻ പ്രമോദ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ ലാൽ, ബിജുമേനോൻ, തിലകൻ, നെടുമുടി വേണു, നരേന്ദ്രപ്രസാദ്, ലെന, പൂർണിമ, ശ്രീവിദ്യ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. സുരേഷ് ഗോപി ഇരട്ട വേഷത്തിൽ തിളങ്ങിയെങ്കിലും ചിത്രത്തിൻ്റെ പരാജയം ലാൽ ജോസിനെയും കാര്യമായി ബാധിച്ചു. ജയതാരയുടെ ബാനറിൽ K. മനോഹരൻ നിർമ്മിച്ച ഈ ചിത്രം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് തിയേറ്ററുകളിലെത്തിയത്. വിദ്യാസാഗർ ഈണമിട്ട മനോഹരമായ ഗാനങ്ങൾ മാത്രമായിരുന്നു രണ്ടാം ഭാവത്തിൻ്റെ ഏക പ്ലസ് പോയിന്റ്. 2001 വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായ കാക്കക്കുയിൽ. ഈ ചിത്രം കോമഡിയുടെ മേമ്പടിയിലൊതുക്കിയ ഒരു ചിത്രമായിരുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ കോമഡി ഫാമിലി എന്റർടൈനർ ഏപ്രിൽ 14-നായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. മുകേഷും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ഏറെ ഹൈപ്പോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. മോഹൻലാലും മുകേഷും പ്രിയദർശനോടൊരുമിച്ച് ഒരു കോമഡി ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ചിത്രത്തിൽ നിന്ന് നേടാനാവാത്തത് കൊണ്ട് തന്നെ വമ്പൻ ഇനീഷ്യൽ നേടിയ കാക്കക്കുയിൽ പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണം നേടിയ കാക്കക്കുയിൽ വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. കല്യാണി ഫിലിംസിന്റെ ബാനറിൽ ലിസി പ്രിയദർശൻ നിർമ്മിച്ച ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പിന്നിട്ടിരുന്നു. നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ, ജഗദീഷ്, ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി പുറത്തിറങ്ങിയ കാക്കക്കുയിൽ ബോളിവുഡ് താരം സുനിൽ ഷെട്ടിയുടെ അതിഥി വേഷം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദീപൻ ചാറ്റർജിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്.
ആകെ സമ്മർ നോക്കുമ്പോൾ 2001 വിഷുവിന് പുറത്തിറങ്ങിയ 4 ചിത്രങ്ങളിൽ കരുമാടിക്കുട്ടൻ സൂപ്പർ ഹിറ്റ് വിജയം നേടിയപ്പോൾ കാക്കക്കുയിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി ബാക്കി 2 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 50% ആണ്. ഇത്രയുമാണ് 2001 വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.